എം വിലാസത്തിന്റെ ആദ്യത്തെ ബാച്ചാണ് നിങ്ങളെന്ന നിലയിൽ എം വിലാസത്തിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ഉള്ളിടത്തോളം കാലം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എം വിലാസത്തിൽ എഴുതുന്നതാണ്. എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ഒരു സന്തോഷവുമായിരുന്നു എൻ്റെ അധ്യാപന ജീവിതത്തിലെ ആദ്യത്തെ കൺമണികളാണ്. ഞാൻ ആദ്യമായി അതിനു മുമ്പ് എൻ്റെ കഴിഞ്ഞ രണ്ടാമത്തെ ഏറ്റവും വലിയ സംഭവം എൻ്റെ പ്രവീൺ സാർ പുറത്തുള്ള ആദ്യത്തെ വർഷം പൂർണ്ണമായും ഈ ഹയർ സെക്കൻഡറിയെ താലോലിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഞങ്ങൾ കരുതുന്നത്. അതുതന്നെ ഞാൻ മറ്റൊരു തലത്തിൽ എന്തുകൊണ്ടോ നമുക്കത് ആഘോഷിക്കാൻ പറ്റിയൊരവസ്ഥയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എങ്കിലും നിങ്ങളിങ്ങനെ രീതി ഒരുക്കിയത് വലിയ സന്തോഷം. അതിന് ഏറ്റവും പിന്തുണച്ചുകൊണ്ടൊരു കമ്മിറ്റി പ്രവർത്തിച്ചു. അവരെല്ലാ ദിവസവും ഞാനുമായി കോണ്ടാക്ട് ചെയ്യും. അവരെടുത്തൊരു എഫേർട്ട് എന്ന് പറയുന്നത് ജിഷ വന്നില്ലേ, ജിഷ, ധനുഷ, അജിത്ത്, അങ്ങനെ തുടങ്ങി ഒത്തിരി പേര്, പേരെടുത്ത് പറയാനോ ഒത്തിരി പേര്, അവരൊത്തിരി കഷ്ടപ്പെട്ടു ഇതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ അവരോടൊക്കെയുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം ഒന്നാമത്തെ അഡ്മിഷൻ CEKL മുൻപിൽ നിന്നാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്. ജോസഫിനോടും ഒക്കെയുള്ള വലിയ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ആഘോഷത്തിന് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി മഹാൻ സാർ ക്ഷണിച്ചു. ലൈവുണ്ട്. പ്രത്യേകിച്ച് ഒരു അധ്യക്ഷ പദവിയിലാകുന്നതിന് എനിക്ക് സംശയമുണ്ട്. ഒരു പേര് കേട്ടിട്ടില്ല. എന്തായാലും അധ്യക്ഷനുള്ള സന്ദർഭത്തിൽ അധ്യക്ഷനും എൻ്റെ പ്രിയമുള്ള മുൻ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. ശേഷം 2021 വരെയും ഇവിടെ അവര് എന്നോട് വളരെയേറെ അടുപ്പം കാണിക്കുന്നുണ്ട്. 2000 ഈ ഹയർ സെക്കൻഡറി ബാച്ച് ആരംഭിക്കുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരും പരിമിതമായിരുന്നു. നിയമനങ്ങൾ ഉണ്ടാകേണ്ടി വന്നു. അന്ന് എപ്പോഴും ക്ലാസ്സുകളിൽ പോകാൻ അധ്യാപകരുടെ ക്ഷാമം കുറേ നാളത്തേക്കുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളില്ലേ, അവർക്ക് അല്പനേരം വിശ്രമിക്കാൻ കിട്ടിയാൽ അവർ മാക്സിമം പ്രയോജനപ്പെടുത്തുന്നതിലും ശാസന രൂപത്തിലൊക്കെ നിയന്ത്രിക്കുമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ അടുപ്പം എനിക്ക് ഈ ബാച്ചിൽ 1 ഏപ്രിൽ 30 ഞാനിവിടുന്ന് സർവീസിൽ നിന്ന് നിയമിക്കുമ്പോഴായിരുന്നു. അതുകൊണ്ടല്ല, മതിയായ അധ്യാപകരില്ലായ്മ മൂലം കൂടെ അവരുമായിട്ട് കാണാൻ ഉള്ള അവസരം എനിക്കുണ്ടാകുന്നത്. എന്തായാലും പിന്നെ അന്ന് ചുരുക്കം അധ്യാപകർ നിയമിതരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാച്ച് തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരുടെ എണ്ണം വളരെ വിരളമാണ്. അനുകൂലമായിട്ടുണ്ടായ ഒരു സാഹചര്യമല്ല. എന്തോ ഒന്ന് സംഭവിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ ശരിയായി നമ്മൾ അറിയില്ലായിരുന്നു. 35-40% SSLC ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ഒട്ടും
കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്നത് പുരാവസ്തു ഉള്ള സ്ഥലങ്ങളിലാണ്. അതുപോലെ ഞങ്ങളെപ്പോലുള്ള ഈ പുരാവസ്തുക്കളെ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഗുണഗണങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചതിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. സാധാരണ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമങ്ങളിൽ ഞങ്ങൾ എത്താറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു 15ാമത്തെ സംഗമം. എൻ്റെ ഓർമ്മ ഈ ടീം തന്നെ, ഈ ഒന്നാം ബാച്ച് തന്നെ ഇതിനു മുമ്പ് ഒരു റിയൂണിയൻ നടത്തിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 2 വർഷം 2 കിടപ്പാണ്. ഇവിടെ ഈ പരിപാടികൾ ഞങ്ങൾ എത്തുവാനുള്ള പ്രധാന കാരണം, പ്രത്യേകിച്ച് ഞാൻ ഇവിടെ എത്താനുള്ള ഒരു കാരണം, ഓഷോയുടെ ഒത്തിരി ആശയങ്ങളുണ്ട്. ഓഷോയുടെ ഒരു ആശയമാണ് നിങ്ങളുടെ മാനസിക ആരോഗ്യം. അത് നിങ്ങളുടെയൊക്കെ ശാരീരിക ആരോഗ്യം അത് ഞങ്ങൾ പോകുന്നതാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ മാനസിക, നിങ്ങളുടെ കഴിഞ്ഞ കാല ഓർമ്മകളാണ്. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു അത്
നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് ശക്തി ഉണ്ടാക്കുന്നു. ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കെല്ലാം ശക്തി ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ ഞാൻ 33 വർഷക്കാലം ജോലി ചെയ്തു. ആ ഓർമ്മകളാണിത്. ആ 33 വർഷക്കാലത്തെ പല ദിനങ്ങളിലെ ഓർമ്മകളെല്ലാം എന്നിലേക്ക് എത്തുകയാണ്. ഓഷോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് പുറകുള്ള മാവിൻ്റെ ചൂടിൽ അതെല്ലാം ഞങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഓർമ്മയിലേക്ക് എത്തുന്ന ധാരാളം കാര്യങ്ങൾ സജീവമാക്കാൻ ഈ ഫംഗ്ഷൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓർമ്മകളെന്ന് പറയുമ്പോൾ നിസ്സാരമായ ഓർമ്മകളല്ല. ഈ മണൽത്തരികളിൽ ഇപ്പോൾ മണൽത്തരികളില്ല, നല്ല ഗ്രൗണ്ടായിട്ട് നടക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു ആദ്യകാലത്ത്, പ്രത്യേകിച്ച് വേനൽക്കാലത്തല്ല. അപ്പോൾ ഈ മണൽത്തരികളിലെല്ലാം ഒത്തിരി നാളുകൾ നടന്ന നിങ്ങൾ തന്ന ആ ഓർമ്മകൾ, നിങ്ങൾ സമ്മാനിച്ച ഓർമ്മകൾ നന്നായി ഞങ്ങൾക്കിപ്പോൾ അയവിറക്കാനായിട്ട് കഴിയുന്നു. ഈ പശു പുല്ല് തിന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് സമയം കിട്ടുമ്പോൾ അതൊന്നുകൂടി ആ പുല്ലെടുത്ത് ചവച്ചരയ്ക്കുന്ന പ്രക്രിയയ്ക്കാണ് അയവിറക്കുക, അയവെട്ടുക എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അയവെട്ടുകയാണ്. അതോടൊപ്പം എനിക്ക് ഒന്നാം ബാച്ചിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ആദ്യത്തെ അഡ്മിഷൻ സിനിയുടെ കാര്യം. സിനിക്ക് കലൂർ സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കലൂർ. അന്ന് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു കലൂരിൽ. അവിടെ ഒരു അഡ്മിഷൻ കിട്ടി വളരെ ബുദ്ധിമുട്ടാണ്. സിനിക്ക് നല്ല മാർക്കുള്ളതുകൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടി. അവർ സിനിക്ക് ഫീസ് ഇങ്ങോട്ട് തരത്തില്ല. വിലാസത്തിൻ്റെ ആദ്യത്തെ ബാച്ചോടെ സ്റ്റാർട്ട് ചെയ്യും. അവരൊരു പരീക്ഷണത്തിന് മുദ്ര തയ്യാറാക്കുകയാണ്. ആ ഫീസ്, ആ സിനിയുടെ ഫീസ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടി. അപ്പൊ അന്നത്തെ കാലത്ത് കുട്ടികൾ അരിക്കലേക്ക് എത്താൻ ഇന്നിപ്പോൾ ബിജോസാറാണ്. അന്നത്തെ കലൂർ സ്കൂള്, അന്നത്തെ കലൂർ സ്കൂളിന്റെ സ്ഥിതി വിലാസത്തിലില്ലായിരുന്നു. പക്ഷെ ഇന്ന് കലൂരിനെ കൂടി അതിജീവിച്ചു എന്നറിഞ്ഞതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം സിനിയുടെ അഡ്മിഷൻ ലഭിച്ചു. നമ്മുടെ ഈ അധ്യാപകർ, ബിജോ സാറാണെങ്കിലും ജോസി സാർ, പ്രവീൺ സാർ, അങ്ങനെയുള്ള അധ്യാപകർ, സജീവ് സാർ, അങ്ങനെയുള്ള അധ്യാപകരെല്ലാം നിങ്ങളെ ആദ്യ വർഷം പഠിപ്പിച്ചത് ഇവിടെയുള്ളൊരു ഷെഡിലായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെയുള്ള ഒരു ഓല ഷെഡ്, 3 ബാച്ച്. രണ്ടാമത്തെ വർഷമാണ് ഹൈസ്കൂളിൻ്റെ പഴയ ബിൽഡിങ്ങിലേക്ക് നമ്മുടെ ഹയർ സെക്കൻഡറി പോയത്. നമ്മളിപ്പോൾ കാണുന്ന ഈ പുത്തൻ ഹയർ സെക്കൻഡറി ബ്ലോക്കിൽ നിന്ന് പഠിക്കുവാൻ ഈ ബാച്ചിന് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേടിയാണ് നിങ്ങളിവിടെ പഠിച്ചു വന്നത്. ഒരു ബുദ്ധിമുട്ട് കൂടി ഞാൻ പറയാം. ഈ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത ആദ്യ വർഷവും അതുപോലെ രണ്ടാമത്തെ വർഷവും അവർക്ക് യാതൊരു പ്രതിഫലവും കിട്ടുന്നില്ല. ഇവിടുത്തെ മാനേജ്മെൻറ്റ് PTA നിർബന്ധപ്രകാരം ഒരു ആശ്വാസം കൊടുത്തു എന്നല്ലാതെ യാതൊരു വിധ പ്രതിഫലവും പറ്റാതെയാണ് ഈ ബാച്ചിനെ ഈ അധ്യാപകർ പഠിപ്പിച്ചത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഗുരു ദക്ഷിണയായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്. ഏറ്റവും നന്നായിട്ട് റിസൾട്ട് ഏറ്റവും നല്ല രീതിയിലായിരുന്നു. പഴയ കാലം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. ഇന്ന് അവരെല്ലാം ഇൻകം ടാക്സ് അടക്കുന്ന അവരായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം അന്ന് ഇൻകം ഇല്ലാത്തവരായിരുന്നു, കൃത്യമായ ഇൻകം ഇല്ല. 2001, 2002 നമ്മുടെ വർഷം. 2001 ഇവിടെ നിയമനം നടത്തി. അതും പാസ്സാക്കാനായിട്ട് 4 വർഷത്തോളം എത്തുമായിരുന്നു. പക്ഷേ 2028 മാസക്കാലം ഞങ്ങൾക്ക് ശമ്പളം ഇല്ലായിരുന്നു. ഇതൊന്നും നിങ്ങളുടെ മുന്നിൽ അറിയിക്കാതെ നിങ്ങളെ പരമാവധി പഠിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ 4 മണി വരെ
നിങ്ങളെ പറഞ്ഞു വിളിച്ച് അദ്ദേഹം എപ്പോഴും വിളിക്കുന്നു പ്രിയമുള്ള കുട്ടികൾ. നിങ്ങൾ ക്ഷണിച്ചപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് മനസ്സിൽ കരുതിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല എന്നാണ്. മൊത്തം പോരെ മൊത്തം സമ്മാനം സ്പോർട്സ് എന്താണെങ്കിലും എല്ലാത്തിലും ഞങ്ങൾ ആരും മാറി നിന്നിട്ടില്ല. ആ രീതിയിൽ എല്ലാ കുട്ടികളുമായിട്ട് നമുക്ക് പരിചയപ്പെടാനും അവരുടെ സാഹചര്യങ്ങളും ഒരുതരം കഴിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും 25 വർഷം മുമ്പ് 25 വർഷത്തിന് ശേഷം അത് ഓർത്തെടുത്ത് ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകരെ ഇവിടെ ക്ഷണിച്ച് പൊതുസമൂഹവും ഒരുമിച്ച് നിന്നതിൻ്റെ വലിയൊരു ഫലമാണെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹയർ സെക്കൻഡറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്, ആ വിഭാഗം ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞിടെ മരിച്ച മുൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതിൽ പെടുന്ന വിധത്തിലേക്ക് ആനക്കര മാറിയിട്ടുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തന മികവ് ഒരു ക്ലാസ്സുമുറിയല്ല, എല്ലാം ഹൈടെക് ക്ലാസ്സുമുറിയായിരുന്നു. ഞങ്ങൾ ആലോചിച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റണേ. അപ്പോൾ ഒരുപാട് ഡിസ്കഷൻ നടത്തി അതിനെക്കുറിച്ച്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനമെടുത്തു. നമ്മളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ കാര്യമായിട്ട് സ്കൂളിലൊക്കെ AC ഓഫീസ് റൂമിലേക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളായ സാറിന് സാർ കൈമാറുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടെ അത് കൊടുക്കുകയാണ്. AC റിമോട്ടാണ് കൈമാറുന്നത്, AC അല്ല. നമ്മുടെ സാറന്മാർ ശരിക്കും നേരത്തെ പറഞ്ഞത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. സാറ് പറയുകയുണ്ടായി, ഹൈസ്കൂൾ പഠിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കാൻ വരിക, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സാർക്കാണെങ്കിൽ 14 പഠിപ്പിച്ചത് നമ്മളെല്ലാവരും 60 കിട്ടുന്നില്ല. സർപ്രൈസ് ആയിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചതല്ല, അവൻ മേടിച്ചതാണ്. പക്ഷേ സ്നേഹത്തിയായ ഭാര്യയ്ക്ക് അവൻ്റെ ആ കരുതൽ തീർച്ചയായും നല്ലതാണ്. രാജേന്ദ്രപിള്ള സാർ, രാജേന്ദ്രപിള്ള സാർ, വേണുഗോപാൽ സാർ, സമീർ സാർ, Thank you.
25 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 15 വയസ്സൊക്കെ നിർത്തിയാൽ പ്രായം വളരെയധികം നടന്നുപോയി. ആരും സമ്മതിക്കുന്നതിലേക്ക് തോന്നുന്നില്ല, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. 25 വർഷം മുമ്പ് നമ്മളിവിടെ പഠിക്കാൻ വന്ന ആ സുഹൃത്തുക്കളെയും അധ്യാപകരെയും നമ്മളുടെ സ്കൂളും എല്ലാ നാളുകളായിട്ട്
പേരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അജിത്ത്, സൂര്യ, രവിത, ജിഷ, ഹരവി വിട്ടുകൊടുക്കാൻ ക്ഷമിക്കാം. എസ്പെഷ്യലി അജിത്തിന്, ധനിഷ ഒരു കയ്യിൽ നമ്മൾ കൊടുക്കേണ്ടത്. കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് കുറച്ച് മാറിക്കേണ്ടതുള്ളൂ. ഞാനൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാവരുടെ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് എൻ്റെ അധ്യാപകനെ എടുത്ത് ആദ്യമായിട്ട് ഉടഞ്ഞ് മുറിയിക്കുന്നത് ഞാനൊരു സാധനം പഠിപ്പിക്കാൻ നേരത്തെ 2-3 പ്രാവശ്യം പറയും. അപ്പോൾ ഇച്ചിരി പുറകോട്ടിരിക്കുന്ന പിള്ളേരെ ഞാൻ പറഞ്ഞില്ല, മനസ്സിലായിട്ടില്ല എന്ന് തോന്നും. ഞാൻ പഠിപ്പിച്ച സാധനം ആദ്യം ഒരു രീതി പറയും, അതവിടെ എത്തിയിട്ടില്ല വേറെ രീതി പറയും. മൂന്നാമത്തെ പറയുമ്പോൾ ഇവളൊരു വർത്താനമുണ്ട്, സാറേ കൊളാക്കല്ലേ കൊളാക്കല്ലേ. ഞാനിപ്പോഴും ഓർക്കും ആ സെൻറ്റൻസ്. ഞാനൊരു സാധനം ഇപ്പോഴും പഠിപ്പിക്കാൻ നേരത്ത് രണ്ടാമത് ആവർത്തിക്കാൻ നേരത്ത് ഒരു അശരീരി പോലെ എപ്പോഴും ഉച്ചയില്ല, എനിക്ക് കുറച്ച് ജലദോഷത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. കാരണം ഞങ്ങളിപ്പോഴും എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മളങ്ങനെ റെഗുലറായിട്ട് കാണുന്നില്ല എന്നുള്ളൂ. എന്നാലും എവിടെ വെച്ചെങ്കിലൊക്കെ ഇടയ്ക്ക് സ്ഥലത്തൊക്കെ ഞാൻ പച്ചക്കറി അങ്ങനെ നിൽക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട്. പിന്നെ കറണ്ടില്ല, ഉച്ചയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ മാത്സ് BSc മാത്സ് പഠിപ്പിക്കുന്ന ഒരു അമ്മ ട്യൂഷൻ എടുത്തിരുന്നോ. പക്ഷെ എൻ്റെ അമ്മ പഠിപ്പിച്ചാൽ പോലും എനിക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. ഞാൻ മുട്ടി അത് പണ്ട് തൊട്ട് അങ്ങനെയാണ്. അപ്പം ഞാൻ എപ്പോഴും മാത്സ് ഇങ്ങനെ ലാസ്റ്റ് വെക്കും പഠിക്കാനായിട്ട്. ഫിസിക്സൊക്കെ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് 10ാം ക്ലാസ്സിലേക്ക് ഏറ്റവും വെറുത്തൊരു സബ്ജക്റ്റായിരുന്നു ഫിസിക്സ്. പക്ഷെ നമ്മൾ സാറന്മാരോടുള്ള ഇഷ്ടമായിരുന്നു. അതിന് രാജീവ് സാറിന് ശരിക്കും സാറിനോടുള്ള, അതുപോലെ ബിജോ സാറിനോട് മാത്സ് എനിക്കങ്ങനെ കീറാമുട്ടി അല്ല. ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് മാത്സ് കൈകാര്യം ആ ഒരു സമയത്താണ്. ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറും, അതിനുശേഷം ഞാൻ +2 കഴിഞ്ഞ് ഞാൻ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ പഠിച്ചു, അവിടെ ഫ്രണ്ട്സ്. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴും പറയുമ്പോഴൊക്കെ പറയുന്നത് അമ്മ പഠിച്ച സ്കൂളാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഒത്തിരി നല്ല രസമുള്ള ഒരുപാട്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ആ ഒരു അനുഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ല, അത് അന്നെന്ന് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ എൻ്റെ ഒരു സ്ട്രെസ്സായിരുന്നു. സാറേ ഇനി 4ാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം അതെനിക്ക് അതുപോലത്തെ നമ്മളൊരു ഓട്ടം ഉള്ളൊരു സമയമായിരുന്നു. നമ്മുടെ ഫാസ്റ്റ് ടൈമായിരുന്നു. നമ്മൾ +2 കഴിഞ്ഞിട്ട് 25 വർഷക്കാലം നമ്മൾ ഹയർ സ്റ്റഡീസിൽ പോകുന്നു, അടുത്തടുത്ത് പഠിക്കുന്നു, കല്യാണം കഴിക്കുന്നു. മീൻ തീർന്നു പോടാ അല്ലേ? അവിടെ എടുക്കാൻ പറ്റില്ല, ഇവിടെയെങ്കിലും എടുക്കട്ടെ. എടാ നല്ല പാട്ട് ഇടിച്ചു ചോദിക്കും. വൈഫൈ വേണം, നല്ല ഹെവിയാ. എല്ലാവരും ഒറ്റ ഫയല, എല്ലാം ഒറ്റയാണ്. നീ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഓക്കെ. ഫുഡ് ഓൾറെഡി അവരുടെ അടിപൊളിയാണ്.